മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ കാണാതായവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ വീണ്ടും തുടങ്ങി. ആനടിക്കാപ്പ് സൂചിപ്പാറ മേഖലയിൽ ഇന്ന് ഉച്ച കഴിഞ്ഞ് 3:30 മണിവരെ തെരച്ചിൽ തുടരും. ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ നടന്ന യോഗത്തിൽ സൂചിപ്പാറ മേഖലയിൽ വീണ്ടും തെരച്ചിൽ നടത്തണമെന്ന ആവശ്യം ദുരന്തബാധിതർ ഉന്നയിച്ചിരുന്നു. ഈ സ്ഥലത്ത് ബോഡി കിട്ടാൻ കൂടുതൽ സാധ്യത നമുക്ക് അന്നേ തോന്നിയിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എന്താ വെച്ചാൽ മണ്ണ് മാന്തിയിട്ടും ആ രീതിയിൽ ചെക്ക് ചെയ്യണം. അപ്പോൾ അതിനുള്ള എക്യുപ്മെൻറ്റ് അവിടെ എത്തിക്കുക എന്നുള്ളത് വളരെ ദുഷ്കരമായിരുന്നു. അപ്പോൾ ഈ സമയത്ത് ഫയർഫോഴ്സും എല്ലാവരും ഇടപെട്ടിട്ട് ആ രീതിയിൽ എക്യുപ്മെൻറ്റ്സ് എല്ലാം എത്തിച്ചിട്ടാണ് നമ്മളവിടെ ഇന്ന് തെരച്ചിൽ തീരുമാനിച്ചിരിക്കുന്നത്. മണ്ണും അതുപോലെ പറ്റുന്ന രീതിയിലുള്ള പാറക്കെട്ടുകളും അങ്ങോട്ട് മാറ്റിയിട്ട് അവിടുന്ന് സെർച്ച് ചെയ്യാം. എന്നുവെച്ചാൽ ബോഡീൻ്റെ എന്തെങ്കിലും പാർട്ട് കിട്ടാനുള്ള എല്ലാ സാധ്യതയുള്ള ഒരു സ്ഥലമാണ്. വയനാട്ടിലെ ആനടിക്കാപ്പിൽ നിന്ന് ബിപിൻ സി വിജയൻ തത്സമയം ചേരുന്നു. ബിപിൻ, ഗുഡ് മോർണിംഗ്. ബിപിൻ, ഈ യഥാർത്ഥത്തിൽ തെരച്ചിൽ തുടങ്ങിക്കഴിഞ്ഞു. എങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം? ഇപ്പോൾ ആനടിക്കാപ്പിലാണോ ബിപിൻ ഉള്ളത്? ഗുഡ് മോർണിംഗ് എസ് കെ. ഞാൻ ആനടിക്കാപ്പിലാണ് ഉള്ളത്. ഇവിടെ നല്ല കോടമഞ്ഞാണ്. പക്ഷേ ഈ തിരച്ചിൽ നടക്കുന്ന താഴെ ഭാഗത്തേക്ക് ഇത്ര കോടമഞ്ഞില്ല എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഇന്ന് 16 അംഗ സംഘമാണ് ഇന്നിപ്പോൾ തിരച്ചിലിന് വേണ്ടി ഇറങ്ങിയിരിക്കുന്നത്. ഏകദേശം ഒരു 1.5 ആഴ്ചയ്ക്ക് ശേഷമാണ് സജീവമായ ഒരു തിരച്ചിൽ വീണ്ടും നടക്കുന്നത്. ഈ ആനടിക്കാപ്പ് മുതൽ സൂചിപ്പാറ വരെയുള്ള ഒരു പ്രദേശത്ത് നിന്നാണ് കഴിഞ്ഞ ഈ തെരച്ചിൽ നടത്തിയിരുന്ന ഒരു സമയത്തൊക്കെ കൂടുതൽ മൃതദേഹങ്ങളും അതുപോലെ തന്നെ ശരീരഭാഗങ്ങളും ലഭിച്ചിരുന്നത്. കഴിഞ്ഞ ദിവസം ഈ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഈ പുനരധിവാസ കൂടിയാലോചന യോഗം നടന്നിരുന്നു. ഇതിൽ നിരവധി ബന്ധുക്കളാണ് അവരുടെ ഉറ്റവരെ തേടി ഒരിക്കൽ കൂടി ഈ പ്രദേശത്ത് തിരയണം എന്നൊരു ആവശ്യം ഉന്നയിച്ചത്. ഇതുകൂടി പരിഗണിച്ചാണ് ഇപ്പോൾ മന്ത്രിസഭാ ഉപസമിതി ഈ 14 അംഗത്തെ നിയോഗിച്ചിരിക്കുന്നത്. ഇത് വരും ദിവസങ്ങളിൽ ഇന്നത്തെ ഒരു റിസൾട്ടിനനുസരിച്ചായിരിക്കും വരും ദിവസങ്ങളിലും ഇത് തുടരണമോ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനത്തിലെത്തുക. ഒപ്പം തന്നെ ഈ തിരച്ചിലിന്റെ കൂടെ ഏകദേശം 10 പേർ ഇവർക്കുള്ള ഉപകരണങ്ങൾ, ഈ തിരച്ചിലിന് വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങളുമായും ഇപ്പോൾ ആ പ്രദേശത്തേക്ക് പോയിട്ടുണ്ട്. ഇവിടുത്തെ ഒരു നാട്ടുകാരൻ ചേരുന്നു, മജീദ് അല്ലേ? നിങ്ങളും തെരച്ചിലുണ്ടായിരുന്നു? തെരച്ചിലിന് ഫസ്റ്റ് പോയിനു. അപ്പോൾ ഇന്നത്തെ ഒരു തെരച്ചിൽ എത്രത്തോളം ഒരു പ്രതീക്ഷയുണ്ട്? 100% പ്രതീക്ഷ ഉണ്ടായിട്ടാണ് നമ്മളെ ചാമ്പ്യൻസ് ക്ലബ്ബ് എന്ന് പറഞ്ഞ 6 മെമ്പർമാർ ഇന്ന് പോയിട്ടുള്ളത്. 6 പേരാണ് നിങ്ങളുടെ സംഘത്തിന് പോയത്? 6 പേരാണ് പോയത്. എന്തായാലും പ്രതീക്ഷ ഉണ്ട്. കാരണം ഓരോ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ അതേമാതിരി ഈച്ച പാറ്റൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് MLA വന്നിരുന്നു, ഞങ്ങൾ ചാമ്പ്യൻസ് ക്ലബ്ബിലേക്ക് വന്നിരുന്നു. അപ്പോൾ ഞങ്ങളോട് ചോദിച്ച് അപ്പോൾ ഞങ്ങൾ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് ഇന്നലെ ഞങ്ങൾ എന്ത് ചെയ്ത്, ഞങ്ങളെ ക്ഷണിച്ചിരുന്നു, കലക്ടറും MLA ക്ഷണിച്ച് അവരോട് പോയി പറഞ്ഞ് അപ്പോൾ വളരെ പെട്ടെന്ന് ഇന്ന് രാവിലെ തന്നെ ഇറങ്ങണം എന്ന് പറഞ്ഞ്. ഞങ്ങൾ 30 പേരെയാണ് പറഞ്ഞത്. അപ്പോൾ അത്ര പേര് പോയി കഴിഞ്ഞാൽ പ്രയാസമാണ്. അങ്ങനെയാണ് ഞങ്ങൾ 6 പേരായി ചുരുങ്ങിയത്. ഇപ്പോൾ ഇവരുടെ സംഘത്തിൽ നിന്ന് സന്നദ്ധ പ്രവർത്തകരായിട്ടുള്ള 6 പേരാണ് പോയിരിക്കുന്നത്. ഇപ്പോൾ 14 അംഗമായി ചുരുക്കാനുള്ള കാരണം അത്രയും ദുർഘടം പിടിച്ച ഒരു പ്രദേശം കൂടിയാണ്. അതുകൊണ്ട് കൂടുതൽ ആളുകൾ പോയി ഏതെങ്കിലും രീതിയിലുള്ള അപകടം ഉണ്ടാകാനുള്ള സാധ്യത ഇല്ലാതാക്കുക എന്നുള്ളത് കൂടിയാണ് വളരെ കുറച്ചു പേർ കൂടുതൽ ഉപകരണങ്ങളുമായി സജീവമായ ഒരു തിരച്ചിൽ നടത്തുക എന്നതിലേക്ക് മാറിയിരിക്കുന്നത്. ഇന്നത്തെ റിസൾട്ടിനനുസരിച്ച് അടുത്ത ദിവസങ്ങളിലും തിരച്ചിൽ നടത്തും. വലിയ പ്രതീക്ഷയിൽ ഇന്ന് രാവിലെയാണ് 6 മണിക്കാണ് ആരംഭിച്ചിരിക്കുന്നത്. 3:30 ശേഷം ഇവിടുത്തെ കാലാവസ്ഥ പ്രതികൂലമാവും എന്നുള്ളത് കൊണ്ടാണ് 3:30 ഈ തിരച്ചിൽ അവസാനിപ്പിക്കാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നത്. SKN. ഓക്കെ, താങ്ക് യു ബിപിൻ സി വിജയൻ.